നമസ്കാരം, എല്ലാവർക്കും കുമാർ കണക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം 2025 അനുഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി വരുന്ന 2.5 വർഷക്കാലം കൊടികുത്തി വാഴാൻ പോകുന്ന ഇടവൻ രാശിക്കാരെ കുറിച്ചാണ്. കാരണം 2025 മാർച്ച് 29 നടക്കാൻ പോകുന്ന ശനിമാറ്റം ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം എല്ലാം ഇരട്ടിയാകാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇടവൻ രാശിക്കാർക്ക് വരാൻ പോകുന്നത്. കാരണം ശനി എന്നത് കർമ്മകാരകനും ആയുർകാരകനും എല്ലാമാണ്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനി മീനൻ രാശിയിലേക്ക് വരുന്നത്. മീനം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് ശനി വരുമ്പോൾ അത് 11ാം ഭാവത്തിലേക്കും കൂടിയാണ് വരുന്നത്. ശനിയുടെ 11ാം ഭാവം എന്ന് പറയുന്നത് വളരെയധികം സർവാഭിഷ്ടങ്ങളും തരുന്ന ഒരു സ്ഥാനമാണ്. കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ശനി മറ്റ് സ്ഥലങ്ങളോട് സഞ്ചരിച്ച് ഈ 30ാമത്തെ വർഷം എത്തിയപ്പോൾ, അതായത് ഈ ഒരു 30 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഈ ശനി 11ാം ഭാവത്തിലേക്ക് വന്ന് സർവാഭിഷ്ടങ്ങളും തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് കുറച്ച് നാളുകളായി നിങ്ങൾ വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ശനി കർമ്മസ്ഥാനത്താണ്, 10ാം ഭാവത്തിലായിരുന്നു കഴിഞ്ഞ 2.5 വർഷക്കാലം ഉണ്ടായിരുന്നത്. 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ ശനി അത് കണ്ടക ശനിയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് നിന്നതുകൊണ്ട് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും, പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ കരിയറിൽ ഒരുപാട് ഉയരങ്ങൾ എത്താതെ പോകുന്ന അവസ്ഥ, കുറേ നാളുകളായി സ്ഥാനക്കയറ്റം നോക്കിയിരുന്ന ആൾക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാത്ത അവസ്ഥ, അങ്ങനെ എല്ലാ കർമ്മരംഗങ്ങളിലും വളരെ മോശം അവസ്ഥയായിരുന്നു ഇടവൻ രാശിക്കാർക്ക് ഉണ്ടായിരുന്നത്. കുറേ നാളുകളായി ബിസിനസ്സിൽ നിക്ഷേപിച്ച പണം ലഭിക്കാതെ വരിക, അല്ലെങ്കിൽ ബിസിനസ് പച്ചുപിടിക്കാത്ത അവസ്ഥ, വീട്ടിൽ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും വളരെയധികം ദുരിതം നിറഞ്ഞൊരു ജീവിതമായിരുന്നു ഈ ഇടവൻ രാശിക്കാർക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ടുണ്ടായിരുന്നത്. ഇനി ശനി 11ലേക്ക് വരുമ്പോൾ ഇതിനെല്ലാം ഇരട്ടി ഫലങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കാർത്തിക, മുക്കാല്, രോഹിണി, മകേരം കൂടിച്ചേർന്ന ഈ ഇടവൻ രാശിക്കാർ മറ്റ് രാശികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് വളരെയധികം സർവാഭിഷ്ടങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. കൂടാതെ ഈ വരുന്ന ജൂണിൽ വ്യാഴം രാശി മാറുന്നുണ്ട്. അതായത് മെയ് അവസാനത്തോടു കൂടിയാണ് രാശി മാറുന്നതെങ്കിലും ജൂൺ തൊട്ടായിരിക്കും അതിൻ്റെ ഒരു ഫലം കൂടി ലഭിക്കുക. അപ്പോൾ ഈ ജൂണിൽ മാറുന്ന ഈ വ്യാഴം 2ാം ഭാവത്തിലേക്കും കൂടിയാണ് മാറുന്നത്. അതായത് 2ാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ്. ധനസ്ഥാനത്തേക്ക് മാറുന്ന വ്യാഴവും 11ാം ഭാവത്തിൽ നിൽക്കുന്ന, ലാഭസ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഈ ഒരു ശനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധി കൊണ്ടുതരുമെന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാ മേഖലകളിലും കിട്ടാതെ കിടക്കുന്ന കടങ്ങൾ കിട്ടുക, ബിസിനസ് നിക്ഷേപിച്ച പണമെല്ലാം 100 ഇരട്ടിയായി ലഭിക്കുക, അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ സമയം വളരെയധികം നല്ല രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.